രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും. രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രമേയം കോൺഗ്രസ് പ്രവർത്തക സമിതി പാസാക്കി. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാനും പ്രവർത്തക സമിതി തീരുമാനിച്ചു. സിബി ജോസഫ് ചേരുകയാണ്. സിബി, രാഹുൽ തന്നെ പ്രതിപക്ഷ നേതാവാകുന്നു, എങ്ങനെയാണ് വിവരങ്ങൾ? അസിത, ഇന്നിപ്പോൾ ദില്ലിയിൽ ചേർന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നുള്ള ആവശ്യം ഏകകണ്ഠേന ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയം എല്ലാവരും ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു. എന്തായാലും ഇനി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണെന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഉത്തരേന്ത്യ അടക്കം BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും ശക്തനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ പാർലമെന്റിൽ പ്രതിപക്ഷമായി വരണമെന്ന ആവശ്യമാണ് തങ്ങൾക്കുള്ളതെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തന്നെ പ്രവർത്തക സമിതിയിൽ മറ്റ് ചില തീരുമാനങ്ങൾ, അതായത് ഈ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര കടന്നുപോയ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മണിപ്പൂർ അടക്കമല്ലാതിൻ്റെയും ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതായും ഈ പ്രവർത്തക സമിതി യോഗം വിലയിരുത്തുകയും ചെയ്തു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവുമായിട്ടല്ലാതിൻ്റെയും ശക്തമായി ഒരുമിച്ച് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. കൂടാതെ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ചില നിയമസഭയിൽ വിജയിച്ച ചില സംസ്ഥാനങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെയും പരിശോധിക്കും. അങ്ങനെ നിരവധി തീരുമാനങ്ങൾ എടുത്താണ് ഇന്നിപ്പോൾ പ്രവർത്തക സമിതി പിരിഞ്ഞത്. ഇന്നിപ്പോൾ വൈകിട്ട് 5:30 ശേഷം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി യോഗം ചേരുന്നുണ്ട്. അത് പാർലമെൻറ്റിലെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലാണ് യോഗം ചേരുക. അവിടെ സോണിയാഗാന്ധിയെ ഇത്തരത്തിൽ ചെയർപേഴ്സണായി നിയോഗിക്കുകയും ചെയ്യും. എന്തായാലും ഈ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തക സമിതിയിൽ നേതാക്കൾ പറയുന്നത്.